തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വീണ്ടും അനിൽ അക്കര അടാട്ട് പഞ്ചായത്തിലെ 15ാം വാർഡിൽ സ്ഥാനാർത്ഥിയാകും. അനിൽ അക്കരയെ സ്ഥാനാർത്ഥിയാക്കിയുള്ള പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. UDFന് നഷ്ടമായ പഞ്ചായത്ത് തിരികെ പിടിക്കുകയാണ് ലക്ഷ്യം. ഫൈസൽ അസീസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, ഈ അടാട്ട് പഞ്ചായത്തിൽ 2000 മുതൽ 2003 വരെ അനിൽ അക്കര വൈസ് പ്രസിഡന്റായിരുന്നു. ശേഷം 2010 വരെ പ്രസിഡന്റായിരുന്നു. ആ പഞ്ചായത്തിന് ഒരുപാട് ഖ്യാതി നേടിക്കൊടുത്ത ഒരു പ്രസിഡന്റായി അനിൽ അക്കര അവിടെ വാഴ്ത്തപ്പെട്ടതുമാണ്. ഇപ്പോൾ ഈ അനിൽ അക്കരയെ, അതായത് മുൻ MLA സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഫൈസൽ? കാളിദാസൻ, വളരെ ഒരു സസ്പെൻസ് നിറഞ്ഞ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരിക്കും അല്പസമയത്തിനകം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും തൃശ്ശൂർ ജില്ലയിലെ അടാട്ട് പഞ്ചായത്തിലാണ് ഇപ്പോൾ അനിൽ അക്കരെ മുൻ MLA അനിൽ അക്കരയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും UDF ശക്തമായി ജയിച്ചു കയറിയ മണ്ഡലമാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് UDFന്റെ കയ്യിൽ നിന്നും ആ സീറ്റ് നഷ്ടമായത്. അനിൽ അക്കര തന്നെയായിരുന്നു ആ പഞ്ചായത്തിൽ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും ഒക്കെ മത്സരിച്ച് വിജയിച്ചത്. അന്ന് വലിയ രീതിയിൽ ആ പഞ്ചായത്തിനെ വികസന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി കൊടുത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അവാർഡുകളൊക്കെ നേടിക്കൊടുത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. പിന്നീട് MLA ആയി നിയമസഭയിലേക്ക്, വടക്കാഞ്ചേരിയുടെ MLA ആയി നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരത്തിൽ നിന്ന് തോൽക്കുകയും ചെയ്തു. പിന്നീട് ആ മണ്ഡലം CPMന്റെ കയ്യിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് ആ പഞ്ചായത്തും CPMന്റെ കയ്യിലേക്ക് എത്തുന്നത്. തുടർന്ന് UDFന്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കയ്യിൽ നിന്ന് പോയ പഞ്ചായത്ത് തിരികെ പിടിക്കുക എന്ന് തന്നെയാണ്. അടാട്ട് പഞ്ചായത്തിന്റെ 15ാം വാർഡിൽ നിന്നാണ് അനിൽ അക്കരെ മത്സരിക്കാൻ വേണ്ടി എത്തുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മുൻ MLA എന്നതിലുപരി AICCയുടെ ഒരു AICCയുടെ മെമ്പർ എന്നത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് അത്രയും UDFനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രയും ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരാളെ ഇത്രയും ഒരു പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് മത്സരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ആ പഞ്ചായത്ത്, കൈവിട്ടുപോയ പഞ്ചായത്ത് എത്രയും എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഈ അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി സംബന്ധിച്ച സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച യോഗം ഇപ്പോൾ തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് വില കൊടുത്തും ആ പഞ്ചായത്ത്, തങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോയ അടാട്ട് പഞ്ചായത്ത് തിരികെ പിടിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി തന്നെയാണ് AICC മെമ്പറും മാത്രമല്ല മുൻ MLA കൂടിയായ ഈ ഏറ്റവും ഉയർന്ന പൊസിഷൻ, കോൺഗ്രസിനെ സംബന്ധിച്ച് തന്നെ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന അനിൽ അക്കരയെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കുന്നത്. കാളിദാസൻ. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.